നവകേരള സദസ്സിൻ്റെ പ്രഭാതയോഗത്തിൽ സമസ്ത മേഖലയിലെ ജനവിഭാഗങ്ങൾ പങ്കെടുത്തു. നമ്മുടെ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരാധ്യമായ വ്യക്തിത്വമായിട്ടുള്ള കലാരംഗത്തെ സൂര്യകൃഷ്ണമൂർത്തി സാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കേരളീയം പോലത്തെ സംരംഭത്തിൽ സഹകരിച്ച ഒരാളാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കാം. സാർ, ഇതൊരു നവീനമായ ആശയമാണ്. സൂര്യകൃഷ്ണമൂർത്തി എന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്ത് നിരവധി ഈവൻറ്റുകൾ സംഘടിപ്പിച്ച ഒരാളാണ്. കേരളീയം പോലത്തുള്ള ബൃഹത്തായ ഒരു പരിപാടി സംഘടിപ്പിച്ചു. സർക്കാരിൻ്റെ പൊതു കാഴ്ചപ്പാടിനെ ഒരു കലാരംഗത്ത് നിന്ന് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച ഒരാളെന്നല്ല ഇങ്ങനെ വിലയിരുത്തുക? എൻ്റെ അഭിപ്രായത്തിൽ കേരളീയം എന്നുള്ളത് ഒരു തെറ്റ് തിരുത്തലാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെല്ലാം തന്നെ തമിഴിനും കന്നഡയ്ക്കും തെലുങ്കിനുമൊക്കെ വേണ്ടിയിട്ട് ഭാഷാ ഉത്സവങ്ങൾ തുടങ്ങിയിട്ട് 30-35 കൊല്ലങ്ങളായി. നമ്മൾ തുടങ്ങിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് വലിയൊരു തെറ്റ് തിരുത്തലാണ് നമ്മൾ ചെയ്തത്. അതിനെ ഞാൻ സർക്കാരിനെ അനുമോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് 2 നിർദ്ദേശങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഒന്ന്, തിരുവനന്തപുരത്ത് മാത്രമായി കേരളീയം ഒതുങ്ങാൻ പാടില്ല. കേരളീയം എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് കേരളം മൊത്തം വേണ്ടതാണ്. 2, ഈ സീസൺ, ഈ മഴക്കാലം മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും മഴയില്ലാത്ത ഒരു സമയം വേണമെന്നുള്ളതാണ്. 3, മലയാള തനിമയുള്ള പ്രോഗ്രാം മാത്രമേ അവതരിപ്പിക്കാവുള്ളൂ എന്നും സിനിമാ താരങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്ന പ്രാധാന്യം സർക്കാർ കൊടുക്കേണ്ടതില്ല എന്നും ഭാഷയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സർ. താങ്ക് യു.